പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സാമ്പാർ ചീരയെ പറ്റി കേട്ടിട്ടുണ്ടോ? മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല. കാരണം നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ വളരുന്ന ഒരു ഇനം ചീരയാണ് സാമ്പാർ ചീര. ഇതിൻ്റെ ജന്മദേശം ബ്രസീലാണ്. നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് സാമ്പാർ ചീര. ആരും അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്, ഈ യൂട്യൂബിലൊക്കെ കണ്ട്. അത് മഴ സമയത്താകുമ്പോഴത്തേനും നല്ലതായിട്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ എല്ലായിടത്തും മുന്നേ ഇഷ്ടം പോലെ വിളിക്കും. ഇതിനകത്ത് ധാരാളം കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫ്ലവനോയിഡുകളുണ്ട്, ഒമേഗ 3 ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. കുടലിലെ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. കുടലിൽ നല്ല അണുക്കളുണ്ടാവും. അതുപോലെ തന്നെ നല്ല മലശോധന ഉണ്ടാവും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ. ഇത് തോരൻ വെച്ച് കഴിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയാണ് ഈ സാമ്പാർ ചീര എന്ന് പറയുമ്പോഴത്തേക്കൊന്നും. ഇത് സാധാരണ പരിപ്പിട്ട് കറി വെക്കും. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിട്ട് തോരൻ വെക്കുമ്പോൾ ഇതൊന്നും മൂടി വെക്കാതിരുന്ന് വെച്ചാൽ മതി. ചെറിയ വഴുവഴുപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് സാമ്പാറിനകത്തിടുന്നതും ആ പേര് വന്നതും. എന്നിരുന്നാലും ഈ ഇത്തിരി പോകുന്ന ഈ ചീര നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ്. നിങ്ങൾക്കിടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് തോരൻ വെക്കണം. മഴ സമയത്ത് ധാരാളം ഉണ്ടാവും. ഇതിൻ്റെ ഇതിൻ്റെ വിത്തുണ്ട്. ഈ വിത്ത് പൊട്ടി വീണ് പറമ്പിലൊക്കെ ധാരാളം ചീര ഉണ്ടാവും. നമ്മൾ ഗ്രോ ബാഗിലോ മണ്ണിലോ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഇത് പറിച്ചെടുക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. എപ്പോഴും അസുഖങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, അതിനൊക്കെ ഏറ്റവും നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇത് കാണുവാണെങ്കിൽ പറിച്ച് തോരൻ വെച്ച് കഴിക്കണം, നട്ട് വളർത്തണം. ഓക്കെ.